ഹായ് ഫ്രണ്ട്സ്, മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 5 എപ്പിസോഡ് 6 വിശേഷങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്നെന്നല്ല എല്ലാ ദിവസവും വളരെ സംഭവബഹുലമായിട്ടാണ് നമ്മുടെ ബിഗ് ബോസ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ബിഗ് ബോസിൻ്റെ വക പ്രത്യേകമായിട്ട് പണികൾ കേരിൻ്റെ പണി എല്ലാ ദിവസവും കിട്ടിക്കൊണ്ടിരിക്കുക. അത് കൂടാതെ കണ്ടസ്റ്റൻസിൻ്റെ വക കുറേ കണ്ടൻറ്റും വേറെ. അപ്പോൾ ഇന്നുണ്ട് കുറേ കണ്ടൻറ്റ്. ഇന്ന് എന്തൊക്കെയാണ് ബിഗ് ബോസ് ഹൗസിൽ നടന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഒരു മധുരക്കിനാവിൻ ലഹരിയിൽ ആ പാട്ടിലാണ് രാവിലെ തന്നെ സ്റ്റാർട്ട് ചെയ്തത്. എല്ലാവരും വന്നിട്ട് ഭയങ്കര ഡാൻസും കളി അങ്ങനെയൊക്കെ ഭയങ്കര ബഹളമായിരുന്നു കേട്ടോ. പിന്നെ അതിനുശേഷം അടുത്ത ഫ്രെയിമിൽ കാണുന്നത് നമ്മുടെ രേണുസുതി ഇങ്ങനെ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദൈവമേ, എനിക്ക് രാവിലെ എല്ലാ ദിവസവും കോഫി കിട്ടുന്നതാണ്, ക്രീം ബിസ്ക്കറ്റ് കിട്ടുന്നതാണ്, അയ്യോ മക്കളെ കണ്ടില്ല. അപ്പം ഫ്രണ്ടിലൊരു തത്ത ഇരിക്കുന്നുണ്ട് കേട്ടോ. തത്തയെടുത്ത് വിഷമം പറയാമെന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഈ തത്തയ്ക്ക് കണ്ണുമില്ലേ എന്നും ഒരു വേറെ ടോണിൽ പറയണ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ചിരി വരും. എന്നിട്ട് ഒരു ബാത്റൂമിലിരുന്നും കരയാൻ പറ്റില്ല, അവിടെ ക്യാമറ ഇല്ലാത്തതുകൊണ്ടായിരിക്കും കേട്ടോ. ബാത്റൂമിലിരുന്നും കരയാൻ പറ്റില്ല, എന്ത് ചെയ്യുക, ആരും കാണാതെ ഇവിടെ ഇരുന്ന് കരയാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി മക്കളുടെ പേരും ഒക്കെ പറഞ്ഞിട്ടിരുന്ന് കരയുന്നുണ്ട് കേട്ടോ. പിന്നെ അതിന് തൊട്ടടുത്ത ഫ്രെയിമിൽ രേണുസുതിയുടെ വേറെ മുഖമാണ്, ഭയങ്കര അഗ്രസീവായിട്ട് നമ്മുടെ അനീഷുമായിട്ട് അടി ഉണ്ടാക്കാൻ കേട്ടോ. അനീഷ് വന്നിട്ട് പറയുന്നത് രേണു കണ്ണടച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ രേണു ആര് പറഞ്ഞു കണ്ണടച്ചു, ഞാൻ കണ്ണടച്ചിട്ടുള്ളൂ, നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് രേണു തിരിച്ച് അങ്ങോട്ട് പറയാം. അപ്പോൾ പട്ടി കുരച്ചോന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ നബി വന്നിട്ട് ഒരു പട്ടി കുരയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറയുന്നിട്ട് നമ്മുടെ അനീഷിനെ കളിയാക്കിയിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ രേണുസുതിയാണ്, രേണു അല്ല എന്ന് നമ്മുടെ അനീഷിനടുത്ത് പറയാം. അപ്പോൾ ഏത് സുതി എന്ന് നമ്മുടെ അനീഷ് ചോദിക്കാനാണ്. പറയും ദേ മരിച്ചുപോയ ആളെ പറ്റി പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോഴേക്കും എല്ലാവരും കൂടെ ചാടി വിടുന്നു. ഷാനവാസ് അത് തന്നെ മരിച്ചുപോയ ആളെ പറ്റി ഒന്നും പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അനീഷ് രേണു ഫയറാണെന്ന് പറഞ്ഞു. എന്ത് വയറാണെങ്കിലും എൻ്റെ അടുത്തൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് മറ്റേ അനീഷ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ അടുത്ത സീൻ കാണിക്കുന്നത് നമ്മുടെ ഓണയിലും പിന്നെ നമ്മുടെ റെന ഫാത്തിമയും കൂടെയുള്ള ഒരു ഫൈറ്റാണ് കിച്ചണിൽ നിന്നിട്ട്. എന്ത് കാര്യത്തിൽ ഇടപെടണം വേണ്ട എന്നുള്ളത് ഞാൻ തീരുമാനിക്കും, ഞാനാണ് കിച്ചൺ ക്യാപ്റ്റൻ എന്നൊക്കെ പറഞ്ഞ് ഒണിയിൽ പറയുന്നുണ്ട്. രേണു ചേട്ടന് എന്നെ തന്നെ കണ്ടൻറ്റായിട്ട് വേണമല്ലേ എന്ന് പറഞ്ഞിട്ട് രേണുവും വിട്ടു കൊടുക്കണില്ല. അങ്ങനെ അവർ തമ്മിലൊരു ചെറിയൊരു ഫൈറ്റ് പോലെ. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ലക്ഷറി ബഡ്ജറ്റിൻ്റെയാണ് കേട്ടോ. അക്ബറാണല്ലോ കഴിഞ്ഞ ദിവസം മറ്റേ ഗോൾഡ് കോയിനൊക്കെ വിൻ ചെയ്ത്, കഴിഞ്ഞ ഗെയിമിൽ വിൻ ചെയ്ത്. അപ്പം അക്ബറിന് മാത്രം ഈ പണിപ്പുരയുടെ അകത്ത് കയറിയിട്ട് സാധനങ്ങൾ എടുക്കാം. കഴിഞ്ഞ പ്രാവശ്യം 2 പേര് കയറാനുള്ള അലൗഡ് ആയിരുന്നു. ഈ പ്രാവശ്യം അക്ബറിന് മാത്രമാണ് കേട്ടോ അലൗഡ് ഉള്ളത്. അപ്പോൾ ബിഗ് ബോസ് ചോദിക്കട്ടെ, നിങ്ങൾക്ക് പഴയ വസ്ത്രങ്ങൾ ഇട്ടാലും കുഴപ്പമില്ല, പക്ഷെ നല്ല ഭക്ഷണം കഴിച്ചിരിക്കാമല്ലോ, അങ്ങനെയല്ലേ നിങ്ങളുടെ മനസ്സിലെന്ന് വെച്ചപ്പോൾ അതേ ബിഗ് ബോസ് അത് തന്നെ വിശന്നിട്ട് വയ്യ ഞങ്ങൾക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ എല്ലാവരും എന്ന് പറയുന്നുണ്ട്. ബിഗ് ബോസ് ഇത് എൻ്റെ വാക്കല്ല കേട്ടോ, ബിന്നി ഇന്നലെ പറഞ്ഞ വാക്കാണെന്ന് പറഞ്ഞു, അതിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ടെന്നൊക്കെ ബിഗ് ബോസ് ഇങ്ങനെ പറയണ്ടായിരുന്നു. അപ്പോൾ മറ്റേ അനീഷ് പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് എല്ലാവരും, കാരണം ഭക്ഷണമൊക്കെ ഓൾമോസ്റ്റ് തീർന്നു, എല്ലാവരും വിശന്നാകെ ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അനീഷ് എനിക്കൊരു കുഴപ്പമില്ല, ഞാൻ വളരെ ഹാപ്പിയാണെന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങനെ ചോര തിളച്ചിട്ട് വയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അക്ബറിന് 20 സെക്കൻഡ്സ് കൊടുക്കും, അതിനുള്ളിൽ പണിപ്പുരയിൽ കയറിയിട്ട് 500 പോയിൻറ്റ്സിനുള്ള സാധനങ്ങൾ എടുത്തിട്ട് 20 സെക്കൻഡ്സിനുള്ളിൽ തിരിച്ച് പുറത്തേക്ക് ഇറങ്ങണം. അങ്ങനെ അക്ബറും കുട്ടിച്ചകത്ത് കയറിയിട്ട് കുറേ സാധനങ്ങൾ എടുത്തിട്ട് കുറേ റോസ് കളറിലെ പാക്കറ്റ്സാണ് എടുത്തിട്ട്, അതൊക്കെ ഫുഡാണ്, അതെല്ലാം എടുത്തിട്ട് പുറത്തേക്ക് വന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അക്ബറിന് വേണ്ടിയിട്ടുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ആണ് ഇടുന്നത്. അപ്പോൾ അക്ബർ എടുത്തത് പൊറോട്ട, മട്ടൻ 150, പിന്നെ ചിക്കൻ ബിരിയാണി 150 പോയിൻറ്റ്സ്, ബർഗർ വെജ് 100, നോൺ വെജ് 100, പിന്നെ ഹാഫ് ഷവായി, പിന്നെ നൂഡിൽസ് 190 പോയിൻറ്റ്സ് കൂടുതലാണ് കേട്ടോ എടുത്തത്. 690 പോയിൻറ്റ്സിന് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, 150 പോയിൻറ്റ്സ് കൂടുതലാണ്. അപ്പോൾ ഇത് വായിച്ചിട്ട് അനീഷ് പറയാം 150 പോയിൻറ്റ്സ് കൂടുതലാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട് മിക്കവാറും ബിഗ് ബോസ് ഇത് അലോ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല, അലോ ചെയ്യരുതിട്ടോ ബിഗ് ബോസ് എന്നൊക്കെ തിരിച്ചങ്ങോട്ട് പറയാം. എല്ലാവർക്കും കൂടെ അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചിട്ടേ, കാരണം എല്ലാവരും ഇയാൾ ഈ ഹൗസിലുള്ള ആൾ തന്നെയാണ്, ഇയാൾ എന്തൊക്കെയാണ് പറയണത്, മനുഷ്യന് വിശന്നിട്ടോ വയ്യ, താൻ എവിടെ നിന്ന് വന്നാണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഫുൾ എല്ലാവരും കൂടെ ചാടി വീണ അനീഷിനെ അങ്ങോട്ട് കൊല്ലാൻ നോക്കട്ടെ. അനീഷിന് ഒരു വലിയ കുലുക്കൊന്നും ഇല്ലാത്ത പോലെ, എല്ലാവരും ഭയങ്കര ഇറിറ്റേറ്റിംഗ് ക്യാരക്ടർ പോലെ എല്ലാവരും ഫുൾ. അപ്പനെയൊക്കെയാണെങ്കിൽ പിന്നെ പറയണ്ട, താൻ എവിടെ നിന്ന് വന്നാണോ, തനിക്ക് എന്താണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര ബഹളമാണ് അവിടെ കിടന്നിട്ടോ. പിന്നെ നമ്മുടെ ഓണയിലും റെനയും കൂടെ കിച്ചണിലുള്ള ഫൈറ്റിൻ്റെ ബാക്കിയാണ് കാണിക്കുന്നത്. അവിടെ ഭയങ്കര ഈ റെന നമ്മുടെ ലൈവ് അനുസരിച്ച് റെനയാണ് അങ്ങോട്ട് ചെന്നിട്ട് ഗസയിലും ഓണയിലും കൂടെ മിണ്ടാതെ അവിടെ ഇരുന്നിട്ട് ഈ ആലു പൊറോട്ടയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേ റെന ചെന്നിട്ടാണ് അവിടെ അതൊക്കെ ഇങ്ങനെ ചൊറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ
ഈ രണ്ട് ജനറേഷൻ തമ്മിലുള്ള ഒരു ആ ഗ്യാപ്പിൻ്റെ ഡിസ്റ്റൻസ് അതൊക്കെയാണ് സംസാരം വന്നിട്ട്. ഓണയിൽ പറഞ്ഞു നിന്നെ എന്തിനു കൊള്ളാം, നീ ആൽഫയല്ലേ, ടാലൻറ്റ്ലെസ്, നോ റെസ്പെക്റ്റ്, പുഴു, പാൽപ്പൊടി, സെർലാക്ക് എന്നൊക്കെ പറഞ്ഞ് പല പേരിലും വിളിക്കുന്നുണ്ട്. റന ഫാത്തിമ നിങ്ങൾക്കാണെങ്കിൽ ഒരു കണ്ടൻറ്റും ഇല്ല ചേട്ടാ, നിങ്ങളെ കൊണ്ട് എന്തിനു കൊള്ളാം, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ അടുത്ത് പാഷ്വാലിറ്റി കാണിക്കുന്നു. അപ്പോഴേക്കും എല്ലാവരും വന്നിട്ട് എല്ലാവരും ഓണയിലിൻ്റെ ഭാഗത്തായിരുന്നു കേട്ടോ. അയാൾ ഇത്ര പേർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണമല്ലോ, നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകുന്നത്, നീ വന്നിരുന്ന് ഭക്ഷണം കഴിക്കുന്നൊക്കെ പറയാം. അപ്പോൾ എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട, ഞാൻ എന്താണ് എനിക്ക് പാഷ്വാലിറ്റി കാണിക്കാൻ, എനിക്ക് ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ കരച്ചിൽ. അങ്ങനെ ആദ്യം രേണുസുതിയുടെ ഒരു കരച്ചിൽ കഴിഞ്ഞു, പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്താണ് കേട്ടോ നമ്മുടെ റന ഫാത്തിമയുടെ കരച്ചിലും. അപ്പോൾ എല്ലാവരും പോട്ടെ സാരമില്ല എന്നൊക്കെ പറഞ്ഞാൽ അനുവൊക്കെ സമാധാനിപ്പിക്കുന്നുണ്ട്. നീ എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോകണേന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് കേട്ടോ. അടുത്ത സീനിൽ നമ്മുടെ ആര്യയും അപ്പാനിയും കൂടെ അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അനുമോള് നടന്നു പോകുമ്പം എന്തോ ഒരു ആക്ഷൻ നമ്മുടെ ആര്യ കാണിക്കുമ്പോഴേക്കും അനുമോൾ നീ ബോർഡർ ക്രോസ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഓവറാക്കണ്ട, ഞാൻ പലതും നീ കാണുന്നുണ്ട്, കാണാത്ത പോലെ ഞാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ ഞാൻ കാണിച്ചത്, നീ പറയാം എന്താ ഞാൻ കാണിച്ചത് എന്നൊക്കെ ചോദിക്കാം. അപ്പോൾ നീ ഫിംഗർ കാണിച്ചില്ലേ എന്ന് പറഞ്ഞു. അത് ഞാൻ റിംഗ് ഫിംഗർ അല്ലേ കാണിച്ചത്, പിന്നെന്താ പ്രശ്നം. അപ്പോഴേക്കും നമ്മുടെ അക്ബർ വന്നു, റിംഗ് ഫിംഗർ കാണിച്ചാൽ കുഴപ്പമില്ല, അത് പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ. അപ്പോഴേക്കും അനുവിന് ഭയങ്കര വിഷമമായി. അനു അവിടെ മാറിയിട്ട് വേറെ അടുത്ത മൂന്നാമത്തെ കരച്ചിൽ കാർഡൻ അല്ല എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. പക്ഷേ അടുത്ത കരച്ചിൽ ഭയങ്കര പൊട്ടി കരഞ്ഞു. ആര്യം ഞാൻ അങ്ങനെ വിഷമിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും പറഞ്ഞൊന്നുമില്ല, ഞാനൊന്നും ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ അടുത്തത് ക്യാപ്റ്റൻസി ടാസ്ക്കാണ് കേട്ടോ. ഭാഗ്യത്തിൻ്റെ പണിപ്പുര എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക്കാണ്. അപ്പോൾ അതിൽ ക്യാപ്റ്റനാകാൻ ആഗ്രഹമുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാം. അങ്ങനെ എല്ലാവരും ഇത്രയും പേരുടെ പേരൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത്. ലാസ്റ്റ് ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി സെലക്ട് ആയ ആൾക്കാർ ഷാനവാസ്, ബിന്നി, അഭിലാഷ്, ഇവർക്ക് 3 പേർക്കാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. അങ്ങനെ അവർ ക്യാപ്റ്റൻസി ടാസ്കിന് വേണ്ടി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളത് അനീഷും ശരത്തും കൂടെ ഉള്ളൊരു സംസാരമാണ് കേട്ടോ. അതിൽ ശരത്ത് പറഞ്ഞു നീ ചുളുവിൽ ക്യാപ്റ്റനായ ആളല്ലേ, വെറുതെ ട്യൂട്ടോറിയൽ കോളേജിൽ പഠിച്ചിട്ട് വന്നിരിക്കുക എന്നൊക്കെ പറഞ്ഞ് പറയാം. മറ്റേ അനീഷ് തിരിച്ച് നീ ആകാശത്തെ വലിയ എന്താണ് താരമാണെന്ന് പറഞ്ഞ് നടക്കുകയാണോ, ഒരു എന്ത് കാര്യമായിരിക്കണം എന്നൊക്കെ പറഞ്ഞാൽ അവരവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സംസാരമുണ്ട്. പിന്നെ അതിന് ശേഷം ജയിൽ നോമിനേഷനാണ് കേട്ടോ. ജയിൽ നോമിനേഷനും 11 ആൾക്കാരുണ്ട്, കാരണം ആ കോയിൻസ് ഒന്നും കിട്ടാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് ആൾക്കാർക്ക് സെലക്ട് ചെയ്യാം. അതിൽ ക്യാപ്റ്റൻ ഒരാളെ ഡയറക്റ്റായിട്ട് ജയിലിലേക്ക് വിടാം. അപ്പോൾ ക്യാപ്റ്റന് ഭയങ്കര സന്തോഷം. അനീഷിന് എനിക്കൊരാളെ വിടാമല്ലോ, എന്തായാലും അപ്പാനി ശരത്താണ് എപ്പോഴും ഇയാളെ ചോറ് കഴിക്കണം, അപ്പോൾ ശരത്തിനെ തന്നെ ഞാൻ വിടുള്ളൂ എന്ന് മറ്റേ അനീഷ് പറഞ്ഞു. അങ്ങനെ ശരത്ത് ഡയറക്റ്റ് ജയിലിലേക്ക് നോമിനേറ്റഡായി. ബാക്കിയുള്ളവർ വോട്ട് ചെയ്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞത് അനുമോളുടെ പേരാണ് കേട്ടോ. അപ്പം അങ്ങനെ അനുമോള് ആണ് അടുത്ത ജയിലിലേക്ക്, ശരത്തും അനുമോളാണ് ജയിലിലേക്ക് പോകാൻ സെലക്ട് ചെയ്തത്. അതിനിടയ്ക്ക് നമ്മുടെ നവീൻ ബിൻസിനെ പറയേണ്ടത് നീ ആ ടാസ്കിനിടയ്ക്ക് പോകഞ്ഞ പുള്ളി പുറത്തുനിന്നുള്ള ടാസ്കിനിടയ്ക്ക് കുറേ ഉറങ്ങിയില്ലേ എന്നൊക്കെ പറഞ്ഞ് നവീൻ ബിൻസിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബിൻസിക്ക് ഭയങ്കരമായിട്ട് കൊണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബിൻസി അടുത്ത സീനിൽ ചെന്നിട്ട് നമ്മുടെ നവീനെ ക്വസ്റ്റ്യൻ ചെയ്യാണ്, നീ എന്തിനാണ് എന്നെ സെലക്ട് ചെയ്തത്, നീ എന്ത് റീസണാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് നവീനെ സെലക്ട് ചെയ്യണം. അപ്പോൾ നവീൻ പറഞ്ഞ് പിന്നല്ലാതെ നീ ആ ടാസ്കിൽ ഫുൾ കിടന്നുറങ്ങിയില്ലേ, എന്ത് കാര്യമായിരിക്കും, ബാക്കി എല്ലാവരും ഉണർന്നിരുന്നു, നീയല്ലേ കിടന്നുറങ്ങിയത് എന്നൊക്കെ പറഞ്ഞ് തിരിച്ച് പറയാം. അതെൻ്റെ ഗെയിം പ്ലാൻ, അതെൻ്റെ മിടുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ബിൻസ് തിരിച്ച് പറയാം കേട്ടോ. അപ്പം ഡി എന്നൊക്കെ വിളിച്ചിട്ട് സംസാരിക്കുന്നുണ്ട് മറ്റേ നവീൻ. അപ്പം ഡീന്ന് നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി, എൻ്റെ അമ്മേനെ പെങ്ങളെയൊക്കെ വിളിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് നവീൻ പറഞ്ഞിട്ട് ബിൻസി നീ ഷാനവാസിൻ്റെ അടുത്ത് സംസാരിച്ച എന്ത് മര്യാദയാണെന്ന് എനിക്കറിയാം, ഞാൻ കേട്ടതാണ് എന്നൊക്കെ പറഞ്ഞ്. അപ്പം എന്നെ എന്തെങ്കിലും വിളിച്ചിട്ട് ഞാൻ തിരിച്ച് അതുപോലെ തന്നെ വിളിക്കുമെന്ന് പറഞ്ഞ് ബിൻസി പറയാണ്. അപ്പം ബിൻസി എന്നിട്ട് പറയാം നീ വലിയ ഫാഷൻ ഡിസൈനറാണെന്ന് പറഞ്ഞ് നടക്കണ്ടത്, എന്ത് ബേക്കോലത്തിലാണ് നീ നടക്കണതെന്ന് പറയാം. അപ്പം നവീൻ പറഞ്ഞ് ഞാൻ അറ്റ്ലീസ്റ്റ് എൻ്റെ സ്വന്തം ഡ്രസ്സിൽ എൻ്റെ സ്വന്തം മേക്കപ്പിലാണ് ഞാൻ നടക്കണത്, എനിക്ക് എൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്, നീ അത് നിൻ്റെ ബാഗ് നേട്, എന്നിട്ട് നീ വലിയ വർത്തമാനം പറയാം, വലിയ സ്ട്രോബെറിയുടെ ഡ്രസ്സൊക്കെ ഇട്ട് നടക്കുകയാണ്, 2 ദിവസമായല്ലോ, ആദ്യം അവിടെ കൊണ്ട് കഴിവ് കളിക്കുക, എന്നിട്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് ഭയങ്കര ആർഗ്യുമെൻറ്റ്സ് ഒക്കെയാണ് കേട്ടോ. അതിനിടയ്ക്ക് ബിൻസി പറഞ്ഞു ഞാനേ അവിടെ കിടന്ന് ഉറങ്ങാൻ പോകുന്നു പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടാണ് അവിടെ പോയി കിടന്നുറങ്ങിയത്, എന്നെ ഔട്ടാക്കാൻ ആർക്കും പറ്റിയില്ലോ, നിങ്ങൾക്ക് ആർക്കും അതിനുള്ള കഴിവുണ്ടായില്ലോ, അപ്പോൾ അധികം സംസാരിക്കൊന്നും വേണ്ട, ഞാനവിടെ സുഖമായിട്ട് കിടന്നുറങ്ങി, എപ്പോഴാണെങ്കിലും നിങ്ങൾക്ക് കൊണ്ട് എന്നെ ഔട്ടാക്കാറൊന്നും നിങ്ങൾ ചെയ്തില്ല, നിങ്ങളുടെ കഴിവുകേട്, അത് ഞാനെന്ത് ചെയ്യണം, ഞാൻ ഭംഗിയായിട്ട് ടാസ്ക് കളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ബിൻസി പറയണ്ടേ.
അതിൻ്റെ ഇടയ്ക്ക് നവീൻ പറയണ്ട ആരും എൻ്റെ അടുത്ത് സോറി പറയണ്ട, സോറി പറഞ്ഞ് വരാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞു. ബിൻസ് പിന്നെ എൻ്റെ അടുത്ത് സോറി വരാൻ പോയി, എൻ്റെ പട്ടി പറയും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പാവക്കൂത്ത് എന്ന് പറഞ്ഞാൽ ക്യാപ്റ്റൻസി ടാസ്ക് കേട്ടോ. അപ്പോൾ അതായത് ഇവർക്ക് ഒരു സ്വന്തം ഫോട്ടോ വെച്ചിട്ടുള്ള ഓരോ നിൽക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അതിങ്ങനെ ഒരു റൗണ്ട് പോലത്തെ സാധനമാണ്. അപ്പോൾ അതിനകത്ത് നിന്നിട്ടൊരു ഒരു വടി പോലത്തെ സാധനം, വടിയല്ല സ്പോഞ്ചിൻ്റെ വടി പോലത്തെ ഒരു സാധനം, അത് വെച്ചിട്ട് അവിടെ മുകളിൽ 2-3 പാവ തൂക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ആരാണ് ആദ്യം പാവേനെ അടിച്ചത്, അത് അത്ര സ്ട്രോങ് വടിയൊന്നുമില്ല. അപ്പോൾ അത് വെച്ചിട്ട് ആരാണോ ആദ്യം പാവേനെ അടിച്ചിരുന്നത് അയാളാണ് വിന്നറും. അങ്ങനെ പാവേനെ അടിച്ചിട്ട് ആളാണ് നമ്മുടെ ഷാനവാസ്. അങ്ങനെ ഷാനവാസ് ക്യാപ്റ്റൻസി ടാസ്കിൽ വിൻ ചെയ്തു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അനീഷ് ഇരിക്കുമ്പോൾ നമ്മുടെ അനുജ് എന്നിട്ട് അനീഷ് എനിക്ക് നിങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല, ഈ ഹൗസിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ആരും എൻ്റെ വീട്ടിൽ വരും വേണ്ട, ഞാൻ നിങ്ങളുടെ വീട്ടിൽ വരില്ല, നമ്മൾ തമ്മിൽ യാതൊരു ബന്ധമില്ല ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ. അപ്പോഴേക്കും അനിയൊന്ന് ചൊറിയാൻ വേണ്ടി, അങ്ങനെ പറയില്ല ചേട്ടാ, എൻ്റെ അടുത്ത് അങ്ങനെ ഒരു ബന്ധമൊക്കെ ഇല്ലേ എന്ന് എനിക്ക്. എനിക്ക് അങ്ങനെ ഒരു ബന്ധവും ചേട്ടാ, ഞാൻ സിംഗിളാണ്, ചേട്ടന് അങ്ങനെ വല്ല ഇഷ്ടമുണ്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ചേട്ടനെന്ന് പറയും. ഒന്നുമില്ല, ഇത് വെച്ചിട്ട് ഇനി മുന്നോട്ട് പോകുന്നേ ഇല്ല, നിങ്ങളായിട്ട് യാതൊരു ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് അനീഷിനെ വെറുതെ വരുന്ന നിൽക്കുന്ന ചൊറിയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ ജയിൽ ആദ്യത്തെ ഈ സീസണിലെ ഫസ്റ്റ് ജയിലാണല്ലോ. അപ്പോൾ അനീഷിൻ്റെ അടുത്ത് ബിഗ് ബോസ് പറയാണ്, അനീഷെ ഈ പ്രാവശ്യത്തെ ഫസ്റ്റ് ക്യാപ്റ്റനാണ് നിങ്ങൾ, അതുകൊണ്ട് ഫസ്റ്റ് ജയിൽ നിങ്ങൾ ഉദ്ഘാടനം ചെയ്യണം, നാടേ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് മുറിച്ചിട്ട് വേണം ഉദ്ഘാടനം ചെയ്യാനൊക്കെ പറഞ്ഞു. അങ്ങനെ അനീഷിന് ഭയങ്കര സന്തോഷം, എന്തോ വലിയ ആളായതുപോലെ അനീഷ് വേഗം ചെന്നിട്ട് ശരി ബിഗ് ബോസ് ഞാൻ ഉദ്ഘാടനം ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ചെല്ലാണ് കേട്ടോ. അങ്ങനെ അവിടെ ചെന്നിട്ട് നാടയൊക്കെ മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. എന്നിട്ട് അനുമോളിനെ ശരത്തിനെയൊക്കെ അതേക്ക് അനുമോളോട് തല മാറ്റിയൊക്കെ ഞാൻ ജയിലടയ്ക്കാൻ പറഞ്ഞു. ഓ ചേട്ടൻ എന്തൊരു സ്നേഹം എന്നോട്, എൻ്റെ തലയിൽ കൊള്ളുമെന്ന് വിചാരിച്ചിട്ടല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അനുമോള് ഭയങ്കര എന്നിട്ട് ഇയാളെ കളിയാക്കണ പോലെയൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ വലുതുകാലം വെച്ച് ഇവർ ജയിലിനകത്തൊക്കെ കയറിയിട്ട് ലഡ്ഡു ഒക്കെ കഴിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ജയിലല്ലേ, അതിന് കുറച്ച് നേരം കഴിയുമ്പോൾ ബെല്ലടിച്ചു, അവർക്കുള്ള കഞ്ഞിയും ചമ്മന്തി. അപ്പോൾ എല്ലാവരും ഭയങ്കര കൊതിയോടെ നോക്കിയിരിക്കും, മഴയ്ക്ക് എല്ലാവരും വിശന്നിരിക്കുകയല്ലേ, ജയിലിലുള്ള ആൾക്കാർക്ക് കറക്റ്റായിട്ട് കഞ്ഞിയും ചമ്മന്തിയൊക്കെ കിട്ടും. എന്നിട്ട് അനീഷ് ഇത് ഞങ്ങളുടെ പരിഗണന, അതുകൊണ്ടാണ് നിങ്ങൾക്ക് കിട്ടിയത്. അപ്പം അപ്പാനൊക്കെ ദേഷ്യം പറ്റിട്ട് നീ മിണ്ടാണ്ടിരുന്നോടാ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പാനെ മറ്റേ അനുവിൻ്റെ അടുത്ത് ഇന്ന് അവൻ്റെ കൗണ്ടുണ്ട്, ഇവിടെ തുടങ്ങുകയാണ്, ഞാൻ അവനെ ചവിട്ടി ഒരു വഴിക്കാക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ ഇതൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ എന്തോ ഒന്നും അനീഷ് പറഞ്ഞിട്ടുണ്ടത് ആക്ച്വലി കാണിച്ചിട്ടില്ല എപ്പിസോഡിൽ, എന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ ലൈവ് കാണാത്തുള്ളതുകൊണ്ട് എനിക്കറിയില്ല കേട്ടോ. പക്ഷേ ഇവർ ഭയങ്കര അനുമോളും അപ്പനെ ഭയങ്കര വയലൻ്റാണ് ഉണ്ട് അനീഷിൻ്റെ അടുത്ത്. ഇവരെന്നെ ജയിലിലാണ്, അനീഷിൻ്റെ അടുത്ത് അവരെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യപ്പെടുന്നുണ്ട്. അനുമോള് വളരെ മോശമായിട്ടുണ്ട്, അറ്റ്ലീസ്റ്റ് അവരൊരു ആർട്ടിസ്റ്റ് അല്ല, നിങ്ങൾ ആ ഒരു റെസ്പെക്റ്റെങ്കിലും കൊടുക്കണ്ടേ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പനെ ഇയാൾക്കൊരു നിലപാടില്ല, സ്ത്രീ വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷാണെങ്കിൽ ഇതൊന്നും കേൾക്കാത്ത പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നടക്കുന്നുണ്ട് കേട്ടോ. അയാൾ ഫുൾ ടൈം നടപ്പ് തന്നെ, ഇവരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഫുൾ ടൈം നടപ്പ് തന്നെ കേട്ടോ. പിന്നെ ജയിലിലെ പണിഷ്മെൻ്റ് എത്തി, അടുത്ത ബസർ അടിച്ചു. അപ്പോഴേക്കും ജയിലിലെ പണിഷ്മെൻറ്റ് ചപ്പാത്തി ഉണ്ടാക്കാൻ, ചതുരാകൃതിയിലുള്ള 13 ചപ്പാത്തികൾ, ത്രികോണത്തിലുള്ള 12 ചപ്പാത്തി, വൃത്തത്തിലുള്ള 25 ചപ്പാത്തി. നമ്മളിവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ അവർക്ക് ഈ ഷേപ്പിലൊക്കെ ഉള്ള ചപ്പാത്തിയാണ് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഷേപ്പിലൊക്കെ ഇത്രയും നമ്പേഴ്സ് ഓഫ് ചപ്പാത്തി ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അനുവും നമ്മുടെ അപ്പാരിയും കൂടി ഇരുന്നിട്ട് ചപ്പാത്തി ഉണ്ടാക്കണം കേട്ടോ. രണ്ടുപേരും അതിൻ്റെ ഇടയ്ക്ക് ഈ അനീഷ് ചൊറിയാൻ വേണ്ടി ചെല്ലുമ്പോഴേക്കും മറ്റേ അനു കയ്യിൽ മറ്റേ ചപ്പാത്തി പരത്തുന്ന കോലുണ്ടാകുന്ന വെച്ചിട്ട് ഇത് വെച്ചുള്ള തലക്കിട്ട് ഒറ്റ അടി കൊടുത്ത് പൊട്ടിക്കണം, ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അനുമോളും അപ്പനും കൂടെ ഈ ചപ്പാത്തി ഉണ്ടാക്കുന്ന സമയത്ത് മതിലുകൾ ഫിലിമിലെ ഡയലോഗ് പറഞ്ഞിട്ട് നാരായണിയും ബഷീറുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ ഡയലോഗൊക്കെ പറഞ്ഞിട്ട് ഇവർ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കും. പിന്നെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ജയിലിൻ്റെ അകത്ത് വാഷ്റൂമില്ല, ബാത്റൂമില്ല. അപ്പം ബാത്റൂമിൽ പോകേണ്ട സമയത്ത് ഇവരെ പുറത്തേക്ക് ബാത്റൂമിൽ വിടാം, അത് കഴിഞ്ഞിട്ട് ഈ ക്യാപ്റ്റൻ വെയിറ്റ് ചെയ്യണം. ഇവർ ആ പുറത്ത് വന്ന് അത് മിസ്യൂസ് ചെയ്യണ്ടോ ഇല്ലയോ എന്നുള്ളത് ക്യാപ്റ്റൻ ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ അനുമോളും അപ്പാനെയും ബാത്റൂമിൽ പോകാൻ വേണ്ടി ഇറങ്ങി. എന്നിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ഇയാൾ കാണാതെ, അനീഷ് കാണാതെ കിച്ചൻ്റെ അവിടെ ഒളിച്ച് നിൽക്കുക. അനീഷ് കുറേ നേരം ഇങ്ങനെ തപ്പി ലാസ്റ്റ് ഇവരെ കണ്ടു. വെളുപ്പിനെ 3 മണിക്കുള്ള പരിപാടിയാണ് കേട്ടത്. അത് കഴിഞ്ഞിട്ട് ഇവർ നമ്മൾ വെറുതെ ഇവിടെ ഇങ്ങനെ അടിച്ചു വരുമായിരുന്നല്ലേ എന്നൊക്കെ പറഞ്ഞാൽ അനുമോള് അപ്പാനെയും കൂടെ സൂത്രത്തിൽ പോയി. അപ്പോൾ അർദ്ധരാത്രിയിലാണ് അവരുടെ ചീപ്പ് ഷോ എന്നൊക്കെ പറഞ്ഞാൽ അനീഷിന് ഭ്രാന്ത് പിടിച്ചു. പിന്നെ അനീഷ് അടുത്ത മറ്റേ ടാസ്ക് ലെറ്ററുമായിട്ട് വന്നിരിക്കുകയാണ് ജയിലിൻ്റെ മുമ്പിൽ കേട്ടോ. 2ാമത്തെ ടാസ്ക്
ത്രികോണത്തിലുള്ള 13 ചപ്പാത്തികൾ, വട്ടത്തിലുള്ള 23 ചപ്പാത്തി, ചതുരത്തിലുള്ള 12 ചപ്പാത്തി, ഇത്ര ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് താൻ പോടോ ജാമ്യ ശാസ്ത്രം അനുസരിച്ച് എന്നൊക്കെ പറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ താൻ പോടോ തൻ്റെ ഒരു ജാമ്യ ശാസ്ത്രം. അപ്പോൾ ദേ ഈ ടാസ്ക് ലെറ്റർ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ബിഗ് ബോസ് നിങ്ങളെ 2 ആഴ്ചത്തേക്ക് ഇവിടെ തന്നെ ഇടും, ഇറങ്ങാനേ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർക്ക് ആകെ അങ്ങോട്ട് ഭ്രാന്ത് പിടിച്ചിട്ട് കേട്ടോ. ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡ്സിൽ കാണിച്ചത്. പിന്നെ ഏഷ്യാനെറ്റ് പ്ലസിൻ്റെ അതിനകത്ത് എക്സ്ട്രാ ഉണ്ടല്ലോ, അങ്ങനെ കാണിച്ചതിനകത്ത് നവീൻ ഇങ്ങനെ ബിൻസിനെ കുറച്ച് പതുക്കെ ട്യൂൺ ചെയ്യാൻ നോക്കണ പോലെ, എനിക്ക് ഇവളോട് ഭയങ്കര സ്നേഹമാണ് അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ട്യൂൺ ചെയ്യാൻ നോക്കണ പോലെ കാണിക്കണം. നമ്മൾ അനുമോൾ നടുക്ക് നിന്ന് സംസാരിക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പട്ടി അരയ്ക്കുന്നത്, നമ്മൾ രഞ്ജിത്ത് ഉറങ്ങി, അങ്ങനെ മുൻഷി രഞ്ജിത്ത് ഉറങ്ങിയിട്ട് പട്ടി ഉരയ്ക്കുന്നുണ്ട്. പിന്നെ ശാരിക ഇന്ദ്രയൂടനായിട്ട് ഭയങ്കര ഡയലോഗൊക്കെ പറഞ്ഞ് മുണ്ടൊക്കെ കൊടുത്തിട്ട് ഡയലോഗൊക്കെ പറയുന്നുണ്ട്, ഇന്ദ്രയൂടിൻ്റെ ഡയലോഗൊക്കെ പറയുന്നുണ്ട്. നമ്മുടെ അനുമോളും അതുപോലെ ഉറങ്ങിയിട്ട് അടുത്ത പട്ടി വരച്ചു. അപ്പോൾ എല്ലാവരും ദൈവമേ ഈ പ്രാവശ്യത്തെ നമ്മുടെ ലക്ഷറി ടാസ്ക് എല്ലാം പോയി, ഈ പോയിൻറ്റ്സ് എല്ലാം കൊണ്ട് എത്ര പേരെ ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞ് ഇവരൊക്കെ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് നമ്മുടെ ബിന്നി കിച്ചണിൽ നിൽക്കുകയുണ്ട. അപ്പോൾ ഈ കുക്കറിൻ്റെ വിസിലിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് നമ്മുടെ അനീഷ് എന്തെങ്കിലും ഡയലോഗ് പറയും. അപ്പോൾ അനീഷ് ഡയലോഗ് പറയാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മുതൽ എൻഡ് ചെയ്യണവരെ നമ്മുടെ ബിന്നി ഇത് കുക്കറിൻ്റെ വിസിൽ വിടും. അതിനിട്ട് ഇയാൾ നിർത്തുമ്പം വിസിൽ നിർത്തും. പിന്നെ വിസിലിങ്ങനെ നമ്മൾ തുറന്നു വിടുമല്ലോ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഇയാൾ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ ഇവിടുന്ന് വീണ്ടും വിസിൽ അയക്കും. അങ്ങനെ അയാളെ കളിയാക്കണമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ശരത്തും അനുമോളും കൂടെ ശരത്ത് പറയണം, നമ്മുടെ അപ്പാനെ ശരത്ത് പറയണം, നമ്മൾ രണ്ടുപേരല്ലേ ജയിലിൽ പോകണം, നമ്മൾ രണ്ടും എന്തായാലും ടോപ്പ് 5 വരും കേട്ടോ, അത് ഉറപ്പാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ബിൻസിയും ഷാനവാസും കൂടെ സംസാരം. ഷാനവാസിക്ക നമ്മൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് ഒരുമിച്ച് ആ ഗെയിമിൽ മറ്റേ എന്താണ് പോകഞ്ഞ പുള്ളി പുറത്തുനിന്നുള്ള ആ ഗെയിമിൽ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു ടീമായിട്ട് കളിക്കാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തല്ലേ. എന്നിട്ട് നിങ്ങളല്ലേ ആദ്യം തെറ്റിച്ചത്, നിങ്ങളല്ലേ ഉറങ്ങിയ പോലെ ആക്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞത്. എന്നിട്ട് പിന്നെ എന്താ ഇപ്പം എന്നെ മാത്രം കുറ്റം പറയണമൊക്കെ ചോദിച്ച് പറയാം. അപ്പോൾ ഷാനവാസ് എനിക്ക് ഇതിനടുത്ത് സംസാരിക്കാൻ വയ്യ, എനിക്ക് എൻ്റെ സൗണ്ടൊക്കെ പോയി എന്നും പറഞ്ഞ് ഷാനവാസ് പറയണ്ട കേട്ടോ. പിന്നെ നമ്മുടെ അക്ബറും രഞ്ജിത്തും കൂടെ ഇരുന്ന് സംസാരിക്കുക. അവർക്ക് ശൈത്യനെ എന്തോ സേവ് ചെയ്യണമെന്ന് അങ്ങനെ എന്തോ ആണ് അവർ ഡിസ്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ശൈത്യനെ വിളിച്ചിട്ട് പറഞ്ഞു, നിന്നെ ജയിലിൽ അയച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കുറേ കണ്ടൻറ്റ് കൊടുക്കാമായിരുന്നു, പക്ഷേ വേണ്ടാന്ന് ചോദിച്ചാൽ അനു ഫേക്കാണ്, അനുവിൻ്റെ ഫേക്ക്നെസ് ഒന്ന് പുറത്തേക്ക് എടുക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെ മനഃപൂർവ്വം തന്നെയല്ല. നമ്മുടെ അക്ബർ പറയുന്നത് ഓൾറെഡി അനുവിന് കുറേ വോട്ട് കിട്ടി, അപ്പം ഞാൻ നിൻ്റെ പേര് പറഞ്ഞിട്ടും കാര്യമില്ല, നിനക്ക് എന്തായാലും ജയിലിലേക്ക് പോകാൻ പറ്റില്ല, ജയിലിൽ പോയാൽ കുറേ കണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റുമല്ലോ, കുറേ ക്യാമറാസ് അങ്ങോട്ട് വരുമല്ലോ, അപ്പം നിന്നെ കുറേ കാണിക്കുമല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അനുവിന് കൂടുതൽ വോട്ടുള്ളതുകൊണ്ട് പിന്നെ അനുവിന് കൊടുത്തിട്ടേ കാര്യമുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ അനുവിന് കൊടുത്തതെന്നൊക്കെ പറഞ്ഞിട്ട് ശൈത്യത്തെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നുണ്ട് അക്ബർ. പിന്നെ അക്ബറിന് ലക്ഷറി ഫുഡൊക്കെ കൊടുത്ത് ഇങ്ങനെ നിരത്തി ബിരിയാണിയൊക്കെ വെച്ചിട്ട് എല്ലാവർക്കും ഓരോ സ്പൂൺ വെച്ചിട്ട് എല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിൻ്റെ അടുത്തതിൽ പിന്നെ കഴിക്കുന്ന ഗസലിന് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. ലിപ്സ്റ്റിക്കിലാണ് ജീവിക്കാൻ വയ്യാന്ന് തോന്നുന്നു കേട്ടോ. ഗസൽ പോയി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ടുണ്ട് വരുന്നുണ്ട്. അപ്പോൾ ടാസ്ലെറ്റ് വായിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും വിളിച്ച സമയത്ത് സോഫയിലിരിക്കുമ്പോൾ ഗസൽ മാത്രം ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നിന്നെ ശരിക്കും ലിപ് കളറാണോ, നീ ഫേസിലെന്തോ ഇട്ടിട്ടുണ്ടോ, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ ടിഷ്യൂവിൽ കുറച്ച് ലിപ്സ്റ്റിക്ക് പോലെ ലിപ്സ്റ്റിക്കിലാണ് എനിക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഗസൽ പറയുന്നുണ്ട്. പിന്നെ എന്നിട്ട് അനീഷിന് ഇനോഗ്രേഷന് വേണ്ടി ബിഗ് ബോസ് പറയണ അതൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ആദില നൂറ അവർ രണ്ടും കൂടെ സംസാരിക്കുന്നത് ഇതൊരു ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണല്ലേ, നമ്മൾ രണ്ടും മാത്രം ലോകമായിരുന്നില്ല ഇത്ര നാളും, ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ കൂടെ ആയി, അങ്ങനെ ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണെന്നൊക്കെ പറയുന്നത്. അതിനിടയ്ക്ക് നമ്മുടെ കലാഭവൻ സരിക വന്നിട്ട് ഈ നൂറയുടെ അടുത്ത് എന്തുകൊണ്ട് നൂറ് അതിലേക്ക് മാറിപ്പോകും കേട്ടോ. അതിലൊരാളുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ഓഫ് നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഞാൻ ഒരു സാധാരണ ലേഡിയാണ്, ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നിങ്ങൾ രണ്ട് ലെസ്ബിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, പക്ഷെ നിങ്ങളുടെ രണ്ടൊരു സ്നേഹം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കാകെ സങ്കടം വരുന്നതിന് കണ്ണീര് വെള്ളം നിറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയും ഇതൊക്കെ പറയും. പിന്നെ എന്നിട്ടും പിന്നെ അടുത്തൊരു ഇവരെല്ലാവരും കണ്ടത് മോർണിംഗ് ആക്ടിവിറ്റി ആണോ എന്നറിയില്ല കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റും ആ ഗ്രൗണ്ടിലിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ടാസ്ക് ലെറ്റർ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് പരാതിപ്പെട്ടി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതായത് ലാലേട്ടൻ്റെ അടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പരാതി ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരു വൈറ്റ് പേപ്പറും പെന്നും കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എഴുതിയിട്ട് ഒരു പരാതി പെട്ടിയുണ്ട്, ഒരു ബോക്സ്, ആ ബോക്സിൽ ഇട്ട് വെക്കാം. അപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ അത് വായിക്കും എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഇരുന്നിട്ട് നിരത്തി അങ്ങനെ ഇരുന്ന് എഴുതുന്നുണ്ട്. അത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലും പിന്നെ നമ്മുടെ എക്സ്ട്രാ ഏഷ്യാനെറ്റ് പ്ലസിനും കൂടെ ചേർന്ന് കാണിച്ച സംഭവങ്ങളെ. പിന്നെ ഇനിയിപ്പം നാളെ
ലാലേട്ടൻ ഫസ്റ്റ് ടൈമായിട്ട് ഈ സീസണിൽ ഫസ്റ്റ് ടൈമായിട്ട് ലാലേട്ടൻ എല്ലായിടത്തും സംസാരിക്കാൻ വേണ്ടി വരുന്നത് നാളെയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ട്രailer കാണിച്ചുള്ളൂ, ജസ്റ്റ് ലാലേട്ടൻ ഇങ്ങനെ സ്റ്റേജിലേക്ക് വരുന്ന മാത്രമേ കാണിച്ചുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ സംഭവങ്ങൾ. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നാളത്തെ വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.